ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷീറ്റ്സ്. അപ്പോൾ എനിക്കറിയാം കുറേ നാളെ വീഡിയോ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇനി നമ്മൾ വീണ്ടും റെഗുലറായിട്ട് വീഡിയോ ഇടാനാണ് വിചാരിക്കണം. ഇപ്പോൾ എൻ്റെ എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 കൂടി ഉള്ളൂ. അതിപ്പോൾ ഇനി കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം. അതിപ്പോൾ എങ്ങനെയാ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സംഭവം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ. നിങ്ങളത് കാണുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യരുത്, ഈ ചേച്ചി ഇങ്ങനെയെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ കാണിക്കാൻ പോവാണ്, പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ, ഇതാണ് ഇപ്പം എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. ഇപ്പോൾ എക്സാമൊക്കെ ആയിട്ട് പഠിച്ചിട്ട് മൊത്തം വലിച്ചുവാരിട്ടേക്കാണ്. അതും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. മൈക്കൊക്കെ പൊടി പിടിച്ച് പോയി അവിടെ ഇരുന്നിട്ട് യൂസ് ചെയ്യാണ്ട്. പിന്നെ ഇവിടെ ട്രൈപോഡ്, പശ, പിന്നെ ഇത് കണ്ട വാച്ച്. ഞാൻ എക്സാമിന് പോയിട്ട് പോക്കറ്റിലിട്ടിട്ട് ഡ്രസ്സ് കൊണ്ടുപോയി അലക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം കയറി. അപ്പോൾ അത് ഞാൻ പാർട്സൊക്കെ അഴിച്ച് ഊരി വെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് റെഡി ആവുമെന്ന് അറിയില്ല. ഇനി ഞാൻ എന്തായാലും പാർട്സൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിയിട്ട് വീണ്ടും യോജിപ്പിച്ച് വെച്ചേക്കണം. റെഡി ആവുമെന്ന് അറിയില്ല. പിന്നെ അസൈൻമെൻറ്റ്സ് എഴുതിയ കുറേ പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കണം. അതാണ് ഇപ്പം എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. ഇതൊക്കെ ഒന്ന് ഒതുക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്കൊന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ടപ്പോൾ ഞാൻ ഇന്നൊരു ഓർഗനൈസർ ഉണ്ടാക്കാനാണ് വിചാരിക്കണേ. അപ്പോൾ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീഡിയോസ്, ഡ്രോയിങ് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കണേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പെൻസിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ഓർഗനൈസറാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ചെറിയ ഒരു ബക്കറ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് വരാം, എന്നിട്ട് ബാക്കി നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലീനാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്കറല്ല, അതുകൊണ്ട് നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഇനി പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ആക്രിലിക് കളറാണ് യൂസ് ചെയ്യണേ. ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് വൈറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കോട്ട് അടിച്ചുകൊണ്ട് ഈ ഓറഞ്ച് കളർ ഉണ്ടാവും തോന്നണം. അപ്പോൾ നമുക്ക് 2-3 കോട്ട് അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് അടിച്ചാൽ കുറച്ചും കൂടിയും ഒരു പെർഫെക്ഷൻ കിട്ടും. ഇതാകുമ്പോൾ ഇങ്ങനെ സ്ട്രോക്സ് ഇങ്ങനെ കാണും, ബ്രഷിൻ്റെ ആ പാടുകൾ കാണും. എന്നാലും 2 കോട്ടൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഞാനൊരു 3D ആർട്ട് പോലെയാണ് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ക്ലേ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ എനിക്ക് അധികം പിടിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ഈ ഹാർഡനറും ഉണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ഈ ക്ലേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലേ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാട്ടെ. ഇത് നമ്മളിങ്ങനെ കുറേ വട്ടം ഇങ്ങനെ റോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാണ്ടേനെയാണ് ഉണ്ടാക്കാനായിട്ട് ചെയ്യാനായിട്ട് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാണ്ടയുടെ ഹെഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബോള് പോലെ ആക്കിയിട്ട് പിന്നെ അത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എത്രമാത്രം റെഡി ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ക്ലേ നല്ല ഭംഗിയിൽ ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലേ വെച്ചിട്ട് ചെയ്യാറില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ചെയ്ത് നോക്കാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് പാണ്ടയുടെ മേല് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോള് ആക്കിയിട്ട് പിന്നെ അത് ഞാൻ ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ പാണ്ടയ്ക്ക് ഒരു കൈയും ചെവിയും അതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ രണ്ടൊന്ന് കൂട്ടി ഒട്ടിച്ച് തലയും മേലും സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് ക്ലേ നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ രണ്ടും മിക്സ് ഇങ്ങനെ ഒട്ടി റെഡി ആയിക്കോളും. വേറെ പശയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഇനി നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ബോൾ ആക്കിയിട്ട് അതിൻ്റെ ചെവി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് അതും ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ കൈയും 2 ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൈയും കാലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് റൗണ്ട് ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ വൈറ്റ് പെയിൻറ്റ് അടിച്ചമ്മ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ഇനി അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ എടുത്ത് അതിൻ്റെ ചെവി
പിന്നെ കൈയും കാലൊക്കെ ബ്ലാക്ക് കളർ ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വല്ല റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ അത് വെച്ച് അതുപോലെ ഉണ്ടാക്കാനൊക്കെ നോക്കി നോക്കാം. ഞാനൊരു ഇമേജ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്, പക്ഷെ അതുപോലെ ഒന്നും ആയില്ലെന്ന് തോന്നണേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല കൊളായിട്ടാണ് വരണതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാനിവിടെ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണ്ണ് വരച്ചു കൊടുക്കുക, 2 കണ്ണ് വരച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക വേഗം. ഇനി നമുക്ക് ആ പാണ്ട നിൽക്കണ ആ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്രീൻ വെച്ചിട്ട് കുറച്ച് പുല്ല് പോലെയൊക്കെ വരച്ചെടുക്കുകയാണ്. പിന്നെ സൈഡിൽ ബാമ്പുവിൻ്റെ കുറച്ച് ചെടികൾ വരച്ചെടുക്കുന്നുണ്ട്, അപ്പം അതും വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീനും യെല്ലോയും യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് ഡീറ്റെയിലിങ് കൊടുത്തെടുക്കുന്നുണ്ട്. ആ ബാമ്പുവിൻ്റെ നമുക്ക് ഇടയിൽ ഇങ്ങനെ വരകളുണ്ടാവില്ലേ, അപ്പം അത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഗ്രീൻ അടിച്ചാലോ എന്ന് അടിച്ച് നോക്കാണ്. ചിലപ്പോൾ കൊള്ളാവാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇനി നെക്സ്റ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബാമ്പുവിൻ്റെ ചെടി 3D പോലെ ഇങ്ങനെ ക്ലേ വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഷേപ്പിൽ ഇലയും പിന്നെ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ബാമ്പുവിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഡീറ്റെയിൽ നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പുല്ല് ഞാൻ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാമ്പുവിൻ്റെ ചെടിയുടെ താഴെ കുറച്ച് പുല്ല് ക്ലേ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉണങ്ങി. ഇപ്പോൾ നമ്മൾ യെല്ലോയും പിന്നെ ഗ്രീനും യൂസ് ചെയ്തിട്ട് നമ്മൾ അത് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ പുല്ലും ഒക്കെ ഫുള്ള് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാണ്ടേൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഒരു കയറ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് കാണുന്ന പോർഷനിൽ നമ്മളിത് ചുറ്റിയിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്ലൂ തേച്ചിട്ട് പിന്നെ അതൊന്ന് ഒട്ടിച്ചിട്ട് കറക്റ്റ് അളവ് നോക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലേ യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കാതിരിക്കുമ്പോഴായാലും വരയ്ക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇരിക്കണ ആ ഒരു ഏരിയ നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മൈൻഡൊക്കെ നല്ലൊരു ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പഴയ പോലെ തന്നെയാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ എൻ്റെ അങ്ങനെ തന്നെയാണ്. ഞാൻ വലിയ കാലത്ത് ഒതുക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെയാവും. പക്ഷെ നമ്മൾ എപ്പോഴും വൃത്തിയൊക്കെ ആക്കി വെച്ച് അടിപൊളിയാക്കിയിട്ട് ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാനൊക്കെ ഇരിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ചില സമയത്ത് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു സാധനം നോക്കി അത് കാണില്ല, അപ്പോൾ നമുക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒതുക്കി വെച്ച് നല്ല വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ വരച്ചു തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്തതൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.